ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലത്തെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ വരാൻ. അലാറം അടിച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ അങ്ങനെ കിടന്ന് അതിൽ നേരം വൈകിപ്പോയി കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കും. ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ നീളും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അലാറം വെക്കും കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ അലാറം വെക്കുന്ന ആൾക്കാർ? അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും അതിൻ്റെ ഒരാളാണ്. 5 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ അലാറം വെച്ചുകൊണ്ടുണ്ടാവും. അലാറം അടിച്ചാൽ അറിയില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ തന്നെ നീക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കുമല്ലോ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് അലാറമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്ലാനൊക്കെ താളം തെറ്റിയിട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് പാസ്തയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിനി, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ മക്കൾക്ക് ടിഫിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂളിൽ പോയിട്ടോ. അതിൻ്റെ ഇടയിൽ മോൻ ഉണർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചെറിയ കരച്ചിലും വാശിയൊക്കെ ഉണ്ടാവും കേട്ടോ. എവിടെയും നിൽക്കുകയോ ഇരിക്കുകയൊന്നും ചെയ്യൂല. മക്കളുണ്ടാവുമ്പം പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓനൊന്ന് പറഞ്ഞ് റെഡിയാക്കിയിട്ട് അവിടെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിനി കേട്ടോ. ഇന്ന് രാവിലെ ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഓട്ടട എന്ന് നമ്മളെ നാട്ടിൽ ഓട്ടട എന്നാട്ടോ പറയാം. പല സ്ഥലത്തും പലതാവും പറയാം. ചില സ്ഥലത്ത് കുത്തപ്പം എന്നൊക്കെ പറയുണ്ടാവും. നമ്മളവിടെ ഓട്ടട കുത്തപ്പം ഇത് രണ്ടും പറയും. അരച്ച് കഴിഞ്ഞാൽ മിക്സിയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യല്. പിന്നെ ഈ ഓട്ടടക്ക് മാവ് അരച്ചെടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അരിയും അതിലേക്ക് കുറച്ച് ചോറും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കാഞ്ഞത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞത്. പിന്നെ അരച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ മോനൊക്കെ ഉറക്കി വന്നേരാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. ഇതിലേക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്നലത്തെ കറി ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ എന്നും നാട്ടിലത്തെ പോലെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓട്ടട, പുട്ട്, ദോശ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുള്ളൂ. നമ്മൾ അധികം ഉച്ചക്കാണ് കേട്ടോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കൽ. ഉച്ചക്ക് അങ്ങനെ ചോറുണ്ടാക്കില്ല. അപ്പോൾ രാവിലെ അധികം ബ്രെഡ് ഓംപ്ലേറ്റ് അല്ലെങ്കിൽ പഴവും കോഴിമുട്ടയും ഒന്നിച്ച് വാട്ടിയത് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കൽ. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ അധികം വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ മോനും ഉണർന്ന് വന്ന്. പിന്നെ ഓനക്ക് ഹോർലിക്സും രാവിലെ മക്കൾക്ക് പാസ്ത ഉണ്ടാക്കിനല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഓനക്ക് കൊടുത്തത്. അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തതാ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാ. ഇന്ന് മീൻകറിയാണ് കേട്ടോ. അയിലയാണ് കിട്ടിയത്, ചെറിയ അയിലയാണ്. അപ്പം കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മീൻകറി ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. മുളകിട്ട കറിയിൽ മാങ്ങ കൂടെ ഇടുന്നത് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ആ കറിയത്തെ മാങ്ങ തിന്നാൻ നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ മീൻ പൊരിക്കാനുള്ള മസാല പച്ച മസാല ആക്കിയിട്ടാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷേ വീഡിയോ ഓൺ ചെയ്ത് എന്നുള്ള ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കുകയും ചെയ്ത് പിന്നെ നോക്കിയപ്പോഴാണ് വീഡിയോ ഓണല്ലേ ഇനി കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പൂള പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂള എന്ന് പറഞ്ഞാൽ കപ്പ, നമ്മൾ പൂള എന്നാട്ടോ പറയൽ. പിന്നെ മക്കൾക്ക് കുറച്ച് ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം കിച്ചണ് ക്ലീൻ ആക്കാനുള്ളതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളും ഇക്കൊക്കെ വന്നതിൻ്റെ ശേഷം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾ കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞപ്പം റീൽസിലിപ്പം മുഴുവനായിട്ടും കണ്ടിട്ടുണ്ട് അതിനൊരു സംഭവം ഇനിയല്ലോ, സ്ട്രോബെറിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കൽ. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്സ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിനി.
അപ്പോൾ ഒരു കന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇക്ക സ്ട്രോബെറി കൊണ്ടുവന്നിട്ടുണ്ടായിനി. അത് കണ്ടപ്പോൾ അവർക്ക് അത് ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കണം, അതുകൊണ്ട് ഇതാ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. സ്ട്രോബെറി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ 4 ഭാഗമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണല്ലോ. പിന്നെ ഇതാ ചോക്ലേറ്റ് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ വേറെ കവറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മെൽറ്റാക്കുന്നത്. ചോക്ലേറ്റ് ഇതുപോലെ ചെയ്യണമെന്നില്ല കേട്ടോ, ഡബിൾ ബോയിൽ ചെയ്തിട്ട് അങ്ങനെ മെൽറ്റാക്കി എടുക്കുക, പിന്നെ ഓവനിൽ വെച്ചിട്ടും മെൽറ്റാക്കുക. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഏതായാലും ഇങ്ങനെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ കാണാൻ കുറച്ച് മൊഞ്ചുള്ള ഗ്ലാസ്സിൽ സ്ട്രോബെറി പകുതിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെൽറ്റാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മക്കളിത് കണ്ടിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും അവർക്ക് നേരമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അവർക്കിത് തിന്നണം എന്നുള്ളൊരു വിചാരമായിരുന്നു. സംഭവം ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. സ്ട്രോബെറിയും ചോക്ലേറ്റൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് അധികം ആൾക്കാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇവിടെ ഇതാ ജോയ്മോൻക്കും ജയമോക്കും ദിയമോക്കും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇനി ഇതാ ഞാൻ വാങ്ങിച്ചൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് എഗ്ഗ് ബോയിലറാണ്. ഞാനിത് വാങ്ങിച്ചത് ലുലുന്നാണ് കേട്ടോ. ന്യൂട്രികുക്കിൻ്റെ എഗ്ഗ് ബോയിലറാണ്. പിന്നെ ബ്ലാക്ക് ഡക്കറിൻ്റെ ഒക്കെ ഉണ്ട്. ബ്ലാക്ക് ഡക്കറിൻ്റെ നല്ലതാ. അതിലൊരു 6 എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൊരു 7 എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തുറന്നാൽ ഇതുപോലത്തെ 2 പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കിയിട്ട് ഇതാ ഈ ഒരു അടിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എഗ്ഗ് എത്ര സോഫ്റ്റിലാണോ വേണ്ടത് അല്ലെങ്കിൽ ഹാർഡിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അതിൽ അളന്നെടുക്കുക. ഇതിലാണ് കേട്ടോ എഗ്ഗ് വെച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിലെങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇതിൽ കാണിച്ചാൽ വീഡിയോ ഒന്നും കൂടെ വലുതാവും, അതാണ്. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.